ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിറ്ററേച്ചർ ഇൻ മലയാളം. നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ഉമാപ്രസാദ് മുഖോപാധ്യായ എഴുതിയ മണിമഹേഷ് എന്ന് പറയുന്നൊരു ട്രാവലോഗാണ്. ഓക്കെ, ട്രാവലോഗ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ട്രൂ ട്രാവൽ സ്റ്റോറി written from the author's own experience. Okay, non-fictional ആണ്. Okay, and the writer travels through the Himalayan mountains, and while doing so he writes not only about the place he sees but also about what he feels inside. Okay, അദ്ദേഹത്തിന് എന്താണോ ഫീൽ ചെയ്തത് ആ കാര്യങ്ങളെ കൂടി പറ്റിയിട്ട് ആ പ്ലേസിൽ പോയ അനുഭവവുമായിട്ട് ചേർത്ത് എഴുതിയിരിക്കുന്നതാണ്. ആൻഡ് ഈ മണിമഹേഷ് എന്ന് പറയുന്ന സ്ഥലം, മണിമഹേഷ് കൈലാഷ് ഈസ് എ വെരി ഹൈ മൗണ്ടൻ പീക്കാണ് ഹിമാചൽ പ്രദേശിലുള്ള. ഇറ്റ് ഈസ് കൺസിഡർഡ് ഹോളി ബൈ ഹിന്ദുസ് ആൻഡ് ഈസ് ബിലീവ്ഡ് ടു ബി ദ അബോർഡ് ഓഫ് ലോർഡ് ശിവ. ആൻഡ് ഈ ഒരു മൗണ്ടെയിൻ്റെ അടുത്താണ് മണിമഹേഷ് ലേക്ക് വരുന്നത്. ആ ലേക്ക് എന്ന് പറഞ്ഞാൽ വളരെ കാമാണ്, ബ്യൂട്ടിഫുള്ളാണ്, സ്പിരിച്വൽ ഇൻ നേച്ചറാണ്. ഓക്കെ, സോ ഓദറിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് മാത്രമല്ല, ഹീ ഫീൽസ് ദാറ്റ് ഇറ്റ്സ് എ സേക്രഡ്, പീസ്ഫുൾ ആൻഡ് പവർഫുൾ പ്ലേസ്, ആൻഡ് ബീയിങ് ദെയർ മേക്സ് ഹിം ഫീൽ സ്മോൾ, സൈലൻറ്റ് ആൻഡ് തോട്ട്ഫുൾ. ആൻഡ് നമുക്ക് ജേർണിയുടെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 3 പാർട്ടായിട്ട് തിരിച്ചിട്ടാണ് ഈ ഒരു ട്രാവലോഗ് എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പതൻകോട്ട് ടു മണിമഹേഷ് എന്നൊരു ഡിസ്ക്രിപ്ഷനാണ്. പതൻകോട്ട് എന്ന് പറയുന്ന സ്ഥലം തൊട്ട് മണിമഹേഷ് വരെ PATHANKOT ആണ് പതൻകോട്ടിൻ്റെ സ്പെല്ലിങ്. ഓക്കെ, സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഖാരാ പഥർ KHARAPATHAR ടു ചക്രത CHAKRATA. സെക്കൻഡ് പാർട്ടിൽ അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഖാരാ പഥർ ടു ചക്രതയിലേക്ക് പോകുന്നത്. ദെൻ തേർഡ് പാർട്ടിൽ മസോബ്ര ടു കിന്നൗർ കൈലാഷ്, മസോബ്ര MASOBRA, ആൻഡ് അവിടുന്ന് കിന്നൗർ കൈലാഷ് KINNAUR ആണ് കിന്നൗറിൻ്റെ സ്പെല്ലിങ്. ഓക്കെ, ആൻഡ് ഇങ്ങനെ 3 പാർട്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഈ ഒരു ട്രാവലോഗ്. ഫസ്റ്റ് പാർട്ടിൽ നോക്കിക്കേ, പതൻകോട്ട് ടു മണിമഹേഷിൽ എന്താ പറയുന്നത് നോക്കാം. ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ ഓദർ പതൻകോട്ടിൽ നിന്ന് മണിമഹേഷിലേക്ക് ട്രാവൽ ചെയ്യുന്നു. പോകുന്ന വഴിയിലൊക്കെ ഹിൽസും വാലീസും ഒക്കെ കാണുന്നുണ്ട്. ആൻഡ് ആ ഒരു നാച്ചുറൽ ബ്യൂട്ടി കണ്ടിട്ട് അദ്ദേഹം വളരെ ഇംപ്രസ്ഡ് ആവുന്നു, വളരെ ഡീപ്ലി മൂവ്ഡ് ആവുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈ മൗണ്ടെയ്ൻസ്, ലേക്സ് ആൻഡ് ദ സൈലൻസ് അറൗണ്ട് ഹിം മേക്ക് ഹിം ഫീൽ ആൻഡ് അബൌട്ട് ദ നാച്ചുറൽ ബ്യൂട്ടി. ഒരു വണ്ടർ തോന്നുകയാണ് ആ ഒരു നാച്ചുറൽ ബ്യൂട്ടിയിൽ. സോ ഈ ഒരു പാർട്ടിൽ കാണിക്കുന്നത് ഹിസ് ലവ് ഫോർ നേച്ചർ ആൻഡ് ഹിസ് വിഷ് ടു എസ്കേപ്പ് ഫ്രം ബിസി സിറ്റി ലൈഫ്. ബിസി സിറ്റി ലൈഫിൽ നിന്നും എസ്കേപ്പ് ചെയ്ത് ഇതുപോലെ ഒരു സ്ഥലത്ത് വന്ന് സെറ്റിൽ ആവാനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, അല്ലെങ്കിൽ അങ്ങനെ എസ്കേപ്പ് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹത്തെ കൂടിയാണ് ഈ ഒരു ലവ് ഫോർ നേച്ചറിലൂടെ ഫസ്റ്റ് പാർട്ടിൽ കാണിക്കുന്നത്. ദെൻ സെക്കൻഡ് പാർട്ടിലേക്ക് പോകുകയാണെങ്കിൽ ഖാരാ പഥർ ടു ചക്രതയിലേക്ക് പോകുന്നതിൻ്റെ ഡീറ്റെയിൽസാണ് പറയുന്നത്. ആൻഡ് അതൊരു ഹൈ മിലിറ്ററി ഏരിയ ആണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ വാലീസിൻ്റെയും ഹിൽസിൻ്റെയും ഒക്കെ അവിടെ കൂടെ വന്നെങ്കിൽ ഇപ്പോൾ ഒരു ഹൈ മിലിറ്ററി ഏരിയയിൽ കൂടിയാണ് പോകുന്നത്. ആൻഡ് ഫ്രം ഹിയർ ദ ഓദർ സീസ് ദ ജമുന വാലി ബിലോ. ഓക്കെ, അങ്ങനെ മുകളിൽ കൂടി പോകുമ്പോൾ അദ്ദേഹം താഴെ എന്ത് കണ്ടെന്നാണ് പറയുന്നത്? ജമുന വാലി കണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, JUMNA ആണ് ജുംന വാലിയുടെ സ്പെല്ലിങ് വരുന്നത്. ദെൻ ഈ ഒരു സെക്ഷൻ നേച്ചറിനെയും ഹ്യൂമൻ പ്രസൻസിനെയും കൂടെ മിക്സ് ചെയ്ത് കാണിക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ഷോയിങ് ഹൗ ഈവൻ ഇൻ റിമോട്ട് പ്ലേസസ് ഹ്യൂമൻ ലൈഫ് എക്സിസ്റ്റ്. എങ്ങനെയാണ് ഇത്രയും ആൾക്കാർക്ക് എത്തിപ്പെടാൻ പോലും പറ്റാത്ത സ്ഥലത്ത് വരെ ഹ്യൂമൻ ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ന് അദ്ദേഹത്തിന് ചിന്തിപ്പിക്കുന്നുണ്ട് ഈ ഒരു സെക്കൻഡ് പാർട്ടിൽ. ആൻഡ് ദ ഓദർ ഒബ്സർവ് എവറിത്തിങ് ക്വയറ്റ്ലി ആൻഡ് പേഴ്സണലി. അദ്ദേഹം എല്ലാം വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിച്ചു കാണുന്നു. ദെൻ തേർഡ് പാർട്ടിൽ നോക്കുകയാണെങ്കിൽ മസോബ്ര ടു കിന്നൗർ കൈലാഷ്, ആ ഒരു ഇതാണ് പറയുന്നത്. ദ ഫൈനൽ പാർട്ട് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? മസോബ്ര നിയർ ഷിംലയിലാണ് തുടങ്ങുന്നത്. ആൻഡ് ദ ഓദർ ട്രാവൽസ് ത്രൂ മൗണ്ടെയിൻ വില്ലേജസ് ആൻഡ് ഫൈനലി റീച്ചസ് കിന്നൗർ കൈലാഷ്, അനദർ ഹോളി മൗണ്ടെയിൻ ദറ്റ് ലുക്ക് ലൈക്ക് എ സിംബൽ ഓഫ് ലോർഡ് ശിവ. ലോർഡ് ശിവയുടെ സിംബലായിട്ട് കണക്കാക്കപ്പെടുന്ന, അല്ലെങ്കിൽ അങ്ങനെ കാണുന്ന ഒരു മൗണ്ടെയിൻ്റെ അടുത്തേക്ക് അവസാനമായിട്ട് പുള്ളി എത്തുകയാണ്. ആൻഡ് ഈ ഒരു പാർട്ട് വളരെ സ്പിരിച്വൽ ആൻഡ് റിഫ്ലക്റ്റീവ് ആണ്. ഓക്കെ, ആസ് ഇഫ് ദ ജേർണി ഈസ് കമ്മിങ് ടു ആൻ ഇന്നർ കൺക്ലൂഷൻ. അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിപ്പെടുന്നത് പോലെ, ആ ഒരു ജേർണി എത്തുന്നത് പോലെയാണ് തേർഡ് പാർട്ട് പറയുന്നത്. അപ്പം എന്തൊക്കെയായിരുന്നു 3 പാർട്ടുകൾ? ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പതൻകോട്ട് മണിമഹേഷ് പോയി. അതിലെന്താ പറയുന്നത്? നേച്ചറിനോടുള്ള സ്നേഹം, അല്ലെങ്കിൽ ബിസി സിറ്റി ലൈഫിൽ നിന്ന് എസ്കേപ്പ് ചെയ്തിട്ട് നേച്ചറിലേക്ക് അഡാപ്റ്റബിൾ ആവാനുള്ള അദ്ദേഹത്തിൻ്റെ വിഷ്. സെക്കൻഡ് പാർട്ടിലോ ഖാരാ പഥർ ടു ചക്രതയിലേക്ക്, ഒരു ഹൈ മിലിറ്ററി ഏരിയയിൽ കൂടിയാണ് പാസ് ചെയ്ത് വരുന്നത്. എങ്ങനെയാണ് ഇത്രയും റിമോട്ട് ആയിട്ടുള്ള ഏരിയയിൽ വരെ ഹ്യൂമൻ ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്നത്? നേച്ചർ ആൻഡ് ഹ്യൂമൻ പ്രസൻസ് മിക്സ് ആവുന്നതിനെ പറ്റിയിട്ടാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. തേർഡ് പാർട്ടിൽ മസോബ്ര ടു കിന്നൗർ കൈലാഷ്, അതൊരു സ്പിരിച്വൽ ആൻഡ് റിഫ്ലക്റ്റീവ് ക്ലോഷർ കൊടുക്കുകയാണ് അദ്ദേഹത്തിന്. ഓക്കെ,
ഇതാണ് 3 പാർട്ടായിട്ട് വരുന്നത്. ആൻഡ് ഈ ഓദർ എങ്ങനെയാണ് ഇത് എഴുതിയിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ദി ഓദർ ഡസ് നോട്ട് റൈറ്റ് ലൈക്ക് എ ഗൈഡ് ബുക്ക് പോലെയൊന്നും അല്ല എഴുതുന്നത്. ഓക്കെ, ഡേറ്റോ ഡിസ്റ്റൻസോ ഫാക്ട്സുകളോ അങ്ങനെയൊന്നും അദ്ദേഹം പറയുന്നില്ല. ഹി റൈറ്റ്സ് അബൌട്ട് ഹിസ് ഫീലിങ്സ്, അദ്ദേഹത്തിൻ്റെ ഫീലിങ്സിനെ പറ്റിയിട്ട് എഴുതുന്നു, സൈലൻസിനെ പറ്റിയിട്ട്, ലോൺലിനെസ്സിനെ പറ്റിയിട്ട്, സമാധാനത്തിനെ പറ്റിയിട്ടൊക്കെ അദ്ദേഹം എഴുതുന്നുണ്ട്. ആൻഡ് സ്മോൾ എൻകൗണ്ടേഴ്സ് വിത്ത് പീപ്പിൾ ഹി മീറ്റ്സ്, അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു എഴുത്തിൽ. ഓക്കെ, ആൻഡ് ഹീ ഈസ് ഹാപ്പി ഈവൻ വിത്തൗട്ട് കംഫർട്ട്, അദ്ദേഹത്തിന് വലിയ സുഖലോലുപതയിലൊന്നും അല്ല താമസമെങ്കിൽ പോലും അദ്ദേഹം ഹാപ്പിയാണ്. ആ കംഫർട്ട് ഇല്ലായ്മയിലും അദ്ദേഹം ഹാപ്പിയാണ്. ഓക്കെ, ദെൻ പറയുന്നത് ഹി എൻജോയ്സ് വാക്കിംഗ്, വെയിറ്റിംഗ് ആൻഡ് ബീയിങ് അലോൺ. ഇത് 3 അദ്ദേഹം വളരെയധികം ഈ ഒരു യാത്രയിൽ എൻജോയ് ചെയ്തതായിട്ട് എഴുതിയിട്ടുണ്ട്. ആൻഡ് ദ ഹിമാലയ എന്തായിട്ടാണ് ഫീൽ ചെയ്യുന്നത്? ഫീൽസ് ലൈക്ക് എ പ്ലേസ് വെർ ഹി ക്യാൻ തിങ്ക് ഡീപ്ലി, ഓൾമോസ്റ്റ് ലൈക്ക് എ മെഡിറ്റേഷൻ. ഹിമാലയ എന്ന് പറയുന്ന ഒരു പ്ലേസിനെ അദ്ദേഹം അത്രത്തോളം കാമായിട്ടുള്ള, പീസ്ഫുള്ളായിട്ടുള്ള, സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ ആയിട്ടുള്ള, സ്പിരിച്വലി ഇവോക്കിംഗ് ആയിട്ടുള്ള, അദ്ദേഹത്തിന് ഡീപ്പായിട്ട് തിങ്ക് ചെയ്യാൻ അനുവദിക്കുന്ന ഒരു സ്ഥലമാണ്. ഓൾമോസ്റ്റ് ലൈക്ക് എ മെഡിറ്റേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഓദർ എഴുതുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഈ ഒരു ട്രാവലോഗ് എങ്ങനെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് നമ്മുടെ ആൻസറിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ദെൻ ഈ ഒരു യാത്രയിൽ അദ്ദേഹം മീറ്റ് ചെയ്യുന്ന ആൾക്കാരെ പറ്റി പറയുന്നുണ്ട്. ഡ്യൂറിങ് ദ ജേർണി ഹി മീറ്റ്സ് പീപ്പിൾ ലൈക്ക്, ആരൊക്കെയാണ്? മാസ്റ്റർ ജി, മിസ്റ്റർ സൂദ് ആൻഡ് ഡോക്ടർ സാഹിബ്. ഇവരെ 3 പേരാണ് അദ്ദേഹം ഈ ഒരു യാത്രയിൽ കണ്ടുമുട്ടുന്നത്. ആൻഡ് ദീസ് മീറ്റിംഗ് ആർ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഓഫ് ഹൂ ദേ ആർ, ബട്ട് ബിക്കോസ് ഓഫ് ഹൗ ദേ അഫക്റ്റ് ദ ഓദർ പേഴ്സണലി. അവരാരാണ് എന്നതുകൊണ്ടിട്ടല്ല ഇമ്പോർട്ടൻ്റ് ആയത്, എങ്ങനെയാണ് അവർ അദ്ദേഹത്തിനെ പേഴ്സണലി അഫക്റ്റ് ചെയ്തത് എന്നത് വെച്ചിട്ടാണ്. ഓക്കെ, ദീസ് മൊമെൻറ്റ്സ് ഷോസ് ദാറ്റ് ദ ട്രാവലോഗ് ഈസ് സബ്ജക്റ്റീവ് ആണെന്ന് കാണിക്കുന്നത്. ഓക്കെ, എല്ലാം ഈ ഒരു ഓദറിൻ്റെ കാഴ്ചപ്പാടിലൂടെയാണ് നമ്മൾ കാണിക്കുന്നത്, അതല്ലാതെ ഒരു ടൂർ ബുക്ക് പോലെ അല്ലെന്ന് ഈ ഒരു അവരുടെ മീറ്റിങ്ങിലൂടെയൊക്കെ നമ്മളെ വീണ്ടും വീണ്ടും മനസ്സിലാക്കി തരികയാണെന്ന്. ഇനി എങ്ങനെയാണ് ഇവർ 3 പേരും ഓദറിനെ പേഴ്സണലി അഫക്റ്റ് ചെയ്തതെന്നുള്ളത് ഞാൻ ചെറിയതായിട്ടൊരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റത്തെ ആളാണ് മാസ്റ്റർ ജി എന്ന് പറയുന്നത്. മാസ്റ്റർ ജി അപ്പിയർ ആവുന്നത് ഒരു സിമ്പിൾ തോട്ട്ഫുൾ ആയിട്ടുള്ള പേഴ്സൺ ആയിട്ടാണ്. ഓക്കെ, ആൻഡ് ഓദർ ഇദ്ദേഹത്തെ മീറ്റ് ചെയ്യുമ്പം ഓദറിന് വളരെ കാം ആൻഡ് ഗ്രൗണ്ടഡ് ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, മാസ്റ്റർ ജിയുടെ ആ ഒരു വേ ഓഫ് സ്പീക്കിങ്ങും തിങ്കിങ്ങും ഓദറിനെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ ഓർമ്മിപ്പിക്കുകയാണ്. ആൻഡ് ഹീ റിമൈൻഡ്സ് ദ ഓദർ ദാറ്റ് വിസ്ഡം ക്യാൻ കം ഫ്രം ഓർഡിനറി ക്വയറ്റ് പീപ്പിൾ, നോട്ട് ഫ്രം ബുക്സ് ഓർ സിറ്റീസ്. ഓക്കെ, ബുക്സിൽ നിന്ന് കുറേയോ അല്ലെങ്കിൽ സിറ്റീസിൽ ട്രാവൽ ചെയ്തതുകൊണ്ടോ ഒന്നും നമുക്ക് വിസ്ഡം എന്ന് പറയുന്ന സാധനം കിട്ടില്ലെന്ന് അദ്ദേഹം ഇദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നു. ആൻഡ് ഓദർ ബിക്കംസ് മോർ റിഫ്ലക്റ്റീവ്. അതാണ് മാസ്റ്റർ ജിയെ പരിചയപ്പെട്ടതിന് ശേഷം ഓദർ കുറച്ചുകൂടി റിഫ്ലക്റ്റീവ് ആകും. ഹി സ്റ്റാർട്ട് തിങ്കിങ് ഇൻവേർഡ്ലി റാദർ ദാൻ റഷിങ് ത്രൂ ദ ജേർണി. ഓക്കെ, എളുപ്പപ്പെട്ട് ധൃതി പിടിച്ച് ആ യാത്ര തുടരുന്നതിന് പകരം കുറച്ചൊന്ന് ഡൗൺ ടു എർത്ത് ആയിട്ട് ചിന്തിക്കാനും കാമാവാനും ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാനും അദ്ദേഹത്തിന് മാസ്റ്റർ ജി ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ മിസ്റ്റർ സൂദ് വരികയാണ്. സൂദ് എന്ന് പറഞ്ഞാൽ ഈ ഒരു യാത്രയിൽ ഒരു ഹ്യൂമൻ വാംത്താണ്. ഓക്കെ, ആൻഡ് ഓദറിന് ഒരു ലെസ് സ്ട്രേഞ്ചറായിട്ട് ഫീൽ ചെയ്യുന്നതും ഒരു കൈൻഡ്നെസ്സും കമ്പാനിയൻഷിപ്പും അതുവരെ അദ്ദേഹം അനുഭവിച്ചിട്ടില്ലാത്ത പോലെ ഒരു കൈൻഡ്നെസ്സും കമ്പാനിയൻഷിപ്പും അദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. അങ്ങനെ ഈ ഒരു യാത്ര അദ്ദേഹത്തിന് ലെസ് ലോൺലി ആയിട്ട് തോന്നുകയാണ്. ഈവൻ ദോ അദ്ദേഹം സോൾറ്റിറ്റ്യൂഡിന് വാല്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു മൊമെൻറ്റിൽ ആ ഒരു ഹ്യൂമൻ വാംത്ത് അല്ലെങ്കിൽ ഇമോഷണൽ സ്റ്റെബിലിറ്റി അദ്ദേഹത്തിന് ആവശ്യമായിരുന്നു. ആൻഡ് ദ ഓദർ ഫീൽസ് ടെമ്പററി ഇമോഷണൽ കണക്ഷൻ ഷോയിങ് ദാറ്റ് ട്രാവൽ ഈസ് ഓൾസോ എബൌട്ട് ഹ്യൂമൻ റിലേഷൻഷിപ്പ്, നോട്ട് ഓൺലി ലാൻഡ്സ്കേപ്പ് എന്ന്. 3-ാമത്തെ ആളാണ് ഡോക്ടർ സാഹിബ് എന്ന് പറയുന്നത്. സാഹിബിനെ ഒരു പ്രാക്ടിക്കൽ റാഷണൽ പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. ഇവിടെ ഒരു കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ലോജിക് ആൻഡ് ബിലീഫാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, സാഹിബ് ഒരിക്കലും മിത്തുകളെയോ അല്ലെങ്കിൽ ഈ ലെഗൻസിൻ്റെ സ്റ്റോറീസ് അതൊന്നും കണ്ണടച്ചങ്ങ് വിശ്വസിക്കുന്നൊന്നുമില്ല. ആൻഡ് ഈ ഒരു സ്വഭാവം ഓദറിനെയും എൻകറേജ് ചെയ്യുകയാണ്, എല്ലാത്തിനെയും ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാം ഇമോഷണലി അക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം ക്രിട്ടിക്കലി കൂടി ആലോചിക്കാൻ അത് ഓദറിനെ എൻകറേജ് ചെയ്യുന്നു. ഓക്കെ, സോ ദ ഓദർ ബിക്കം മോർ aware of the tension between faith and reason. ഒരു ലോജിക്കൽ റീസണിങ്ങും ഫെയ്ത്തും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം ഓദർ ആലോചിക്കുന്നത് ഈ ഒരു ഡോക്ടർ സാഹിബിൻ്റെ ഒരു ഇൻഫ്ലുവൻസിലാണ്. ഓക്കെ, സോ അത് അദ്ദേഹത്തിൻ്റെ പ്ലേസിനെ പറ്റിയിട്ടുള്ള ആ ഒരു സ്ഥലത്തെ പറ്റിയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിനെ ഒന്നും കൂടെ ഡീപ്പൻ ചെയ്യുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് ഈ 3 പേരുമായിട്ടുള്ള ഈ ഒരു ഇൻട്രാക്ഷൻ മാറ്റർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഡസൻ ചേഞ്ച് ദ റൂട്ട് ഓഫ് ദ ജേർണി. ഓക്കെ, ദേ ഡു നോട്ട് പ്രൊവൈഡ് ഫാക്ച്വൽ ഇൻഫർമേഷൻ ബട്ട് ദേ ഷേപ്പ് ദ ഓദേഴ്സ് ഇന്നർ ജേർണി. ഓക്കെ, ആ ഒരു ട്രാവലോഗ് എന്ന് പറയുന്നത്
വെറും ഒരു യാത്രയിലുപരി അദ്ദേഹം ഒരു പീസിലേക്ക് പോകുന്നൊരു യാത്രയായിട്ട് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയുള്ളൊരു യാത്രയിൽ അദ്ദേഹത്തിൻ്റെ ഇന്നർ ജേർണീനെ, ആ ഒരു മൈൻഡിനെ ഷേപ്പ് ചെയ്തെടുക്കാൻ ഈ ഒരു 3 പേരുമായിട്ടുള്ള മീറ്റിംഗ് അദ്ദേഹത്തെ സഹായിച്ചു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഈച്ച് പേഴ്സൺ ചേഞ്ചസ് ഹിസ് മൂഡ്, ഷിഫ്റ്റ് ഇൻ തിങ്കിങ്, ആഡ് എ ന്യൂ ഇമോഷണൽ ലെയർ ടു ദ ട്രാവൽ. ഓക്കെ, ഇങ്ങനെയാണ് ആ 3 പേരുടെയുമായിട്ടുള്ള മീറ്റിംഗ് ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ആൻഡ് എനിക്കറിയാം ഇത്രയും നിങ്ങൾ കേട്ട് കഴിഞ്ഞപ്പം കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. പേടിക്കേണ്ട, സ്കിപ്പ് ബാക്ക്, ഒന്നും കൂടി പോയിട്ട് കേൾക്കുക, റിപ്പീറ്റ് അടിച്ച് വീണ്ടും കേൾക്കുക. 1-2 തവണ കേട്ട് കഴിയുമ്പോൾ ആ 3 പേരും നിങ്ങളുടെ മനസ്സിൽ പതിയും. 3 പേര് ഏതൊക്കെ രീതിയിലാണ് അദ്ദേഹത്തിനെ റിഫ്ലക്റ്റ് ചെയ്തതെന്നും മനസ്സിൽ പതിയും. ഓക്കെ, ഇവിടെ വരെ കേട്ടിട്ട് പേടിച്ച് ഇട്ടിട്ട് പോകരുത്. വളരെ സിമ്പിളായിട്ട് എളുപ്പമായിട്ടുള്ളൊരു സ്റ്റോറി തന്നെയാണ്. സ്റ്റോറിയല്ല, ട്രാവലോഗാണ്. ഓക്കെ, നിങ്ങൾക്കൊരു കഥ പോലെ മനസ്സിലാക്കി വെക്കാവുന്ന കാര്യമേ ഉള്ളൂ. സോ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് പറയുകയാണെങ്കിൽ മെയിൻ ഐഡിയ ഓഫ് ദ ട്രാവലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മണിമഹേഷ് ഷോസ് ദാറ്റ് ട്രാവൽ ഈസ് നോട്ട് ഓൺലി അബൌട്ട് പ്ലേസസ് ബട്ട് ഓൾസോ അബൌട്ട് സെൽഫ് ഡിസ്കവറി. നമ്മളെ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യാനും കൂടി ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ് എന്തെന്ന് പറയുന്നത്, ട്രാവൽ എന്ന് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. സോ ഓദർ ഷോസ് ഹിമാലയ ആസ് എ പ്ലേസ് ഓഫ് സ്പിരിച്വൽ പീസ്. ഓക്കെ, മോഡേൺ ലൈഫിൽ നിന്നുള്ളൊരു എസ്കേപ്പ് ആയിട്ടാണ് ഹിമാലയത്തിനെ കാണിക്കുന്നത്. എ സ്പേസ് ഫോർ ഇന്നർ റിഫ്ലക്ഷൻ, നമ്മളുടെ ഒരു ഇന്നർ റിഫ്ലക്ഷന് വേണ്ടിയിട്ട് ചെല്ലാൻ പറ്റുന്നൊരു സ്ഥലമായിട്ടാണ് ഹിമാലയനെ കാണിക്കുന്നത്. സോ ഈ ഒരു ട്രാവലോഗ് ബിക്കെയിം മോർ പേഴ്സണൽ മെമ്മറി. ഓക്കെ, ഒരു പേഴ്സണൽ മെമ്മറി ആയിട്ട് മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കണം. മിക്കവാറും വരുന്ന പല ക്വസ്റ്റ്യൻസിലും ഈ ഒരു മണിമഹേഷ് എന്ന് പറയുന്ന ട്രാവലോഗ് എങ്ങനെയാണ് ഒരു പേഴ്സണൽ മെമ്മറി ഓർ മെമ്മോയർ, നോട്ട് ജസ്റ്റ് എ റെക്കോർഡ് ഓഫ് ട്രാവൽ, എങ്ങനെയാണ് ആയി മാറുന്നതെന്ന് പറയുന്നുണ്ട്. കാരണം ഹിമാലയ എന്ന് പറയുന്ന സ്ഥലം ഒരു പ്ലേസ് ഓഫ് സ്പിരിച്വൽ പ്ലേസ് ആയിട്ടും ഒരു നമുക്ക് മോഡേൺ ലൈഫിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമായിട്ടും നമ്മൾക്ക് നമ്മളുടെ തന്നെ ഒരു ഇന്നർ റിഫ്ലക്ഷനെ കണ്ടെത്താൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ടുമാണ് ഓദർ ഇവിടെ പോർട്രേ ചെയ്യുന്നത്. ആൻഡ് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അങ്ങനെ സംഭവിച്ചു എന്നുകൂടി പോർട്രേ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു ട്രാവലോഗിനേക്കാൾ ഉപരി ഒരു പേഴ്സണൽ മെമ്മോയർ ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ലാസ്റ്റായിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ആൻസറും കൂടി നോക്കിയിട്ട് പോകാം. എനിക്കത് പെട്ടെന്ന് എഡിറ്റ് ചെയ്തൊന്നും ഭയങ്കര ഭംഗിയാക്കിയൊന്നും ആഡ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ആ ബുക്കിൻ്റെ തന്നെ ഫോട്ടോ ഒന്ന് ആഡ് ചെയ്യാണ്. അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു മെമ്മോയറായിട്ട് എങ്ങനെ ഈ ട്രാവലോഗിനെ കാണാമെന്ന് കണ്ടു. സെക്കൻഡായിട്ട് വരാൻ പോകുന്ന അല്ലെങ്കിൽ വരാൻ ചാൻസുള്ള ഒരു ക്വസ്റ്റ്യനാണ് മണിമഹേഷ് എങ്ങനെയാണ് ലെഗൻസ്, റിയാലിറ്റി, മിത്ത് ഇവയെല്ലാമായിട്ട് കമ്പൈൻ ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കാം. ഓക്കെ, ആൻഡ് അതിനെ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മണിമഹേഷ് എന്ന് പറയുന്ന ട്രാവലോഗ് വിച്ച് ദ ഓദർ മിക്സ് റിയൽ ഫാക്റ്റ്, ഓൾഡ് സ്റ്റോറീസ്, റിലീജിയസ് ബിലീഫ് ഇവയെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ മണിമഹേഷ് എന്ന് പറയുന്ന ട്രാവലോഗ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അവയെ കറക്റ്റായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടല്ല എഴുതിയിരിക്കുന്നത്, പക്ഷേ മിക്സ് ചെയ്തിട്ടാണെന്ന്. ഓക്കെ, സോ ഹി ഷോസ് ഹൗ ഓൾ ഓഫ് ദം എക്സിസ്റ്റ് ടുഗദർ ഇൻ ദ ഹിമാലയൻ റീജിയൻ. അവയെല്ലാം കൂടി ഒരുമിച്ച് കമ്പൈൻഡ് ആയിട്ട് അവിടെ എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് കാണിക്കുന്നു. ഹിസ്റ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ ഓൾഡ് കിങ് ഓഫ് ചമ്പ, ഏൻഷ്യൻ ടെമ്പിൾസ്, അല്ലെങ്കിൽ ഈ ചമ്പ ടെമ്പിൾസിലുള്ള സ്റ്റോൺ കാർവിങ്സ്, പഴയ രാജാക്കന്മാരുടെ സ്റ്റോൺ കാർവിങ്സ് 1500 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഭരിച്ചിരുന്ന ഡൈനാസിറ്റിയിലുള്ള രാജാക്കന്മാരുടേതാണ് അതെന്ന് പറയപ്പെടുന്നു. ആൻഡ് അതേപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഹിസ്റ്ററിയുമായിട്ട് അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നു. ദെൻ റിയാലിറ്റി എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ഓദർ ആക്ച്വൽ ജേർണീനെ പറ്റിയിട്ട് എഴുതുന്നത്, ദ പ്ലേസസ് ഹി വിസിറ്റ്, ദ പീപ്പിൾ ഹി മീറ്റ്, ദ ഫിസിക്കൽ ഡിഫിക്കൽറ്റി ഓഫ് ട്രാവലിംഗ് ഇൻ ദ മൗണ്ടെയ്ൻസ്, അതൊക്കെയാണ് റിയൽ എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹിസ്റ്ററി നമ്മൾ കണ്ടു, റിയാലിറ്റി നമ്മൾ കണ്ടു. ദെൻ ലെഗൻസിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ അലോങ് വിത്ത് ഹിസ്റ്ററി ഈ ഓദർ വേറെയും കുറേ ലോക്കൽ സ്റ്റോറീസ്, ഇങ്ങനെ ആൾക്കാർ പാസ് ചെയ്ത് വന്ന ലോക്കൽ സ്റ്റോറീസ് പറയുന്നുണ്ട്. കിങ്സൊക്കെ അവിടെ പണ്ട് റാറ്റ്സിനെയൊക്കെ കൊല്ലുന്നത് ബാൻ ചെയ്ത് വെച്ചിരുന്നു. അതുപോലെ സെയിൻസിനും യോഗീസിനൊക്കെ നമ്മൾ സ്പെഷ്യൽ റെസ്പെക്റ്റ് കൊടുക്കണം, അതിന് പ്രത്യേക കാരണങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതാണ് ലെഗൻസിനെ പറ്റിയിട്ട് പറയുന്നത്. സോ ഈ സ്റ്റോറീസൊക്കെ മേ ഓർ മേ നോട്ട് ബി ഫുള്ളി ട്രൂ, ബട്ട് എന്താണ് അവിടുത്തെ ആൾക്കാർ അതിൽ വളരെയധികം സ്ട്രോങ് ആയിട്ട് തന്നെ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഹിസ്റ്ററി നമ്മൾ കണ്ടു, റിയാലിറ്റി നമ്മൾ കണ്ടു, ലെഗൻസിനെ പറ്റിയിട്ട് എന്താ പറയുന്നതെന്ന് കണ്ടോ. ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് മിത്തിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമുണ്ട്. ഈ ഒരു ട്രാവലോഗ്
റിലീജിയസ് മിത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് വളരെയധികം. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ശിവ മണിമഹേഷിൽ താമസിക്കുന്നുണ്ട്, ലോർഡ് ശിവ മണിമഹേഷിൽ താമസിക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ ഗണേഷ് ഭഗവാന് ഒരു പോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ബ്രാഹ്മിണി ദേവി 84 ലിംഗങ്ങൾ, അതായത് നമ്മളുടെ ഈ ശിവന്റെ ആ ഒരു ഐഡൽ ഉണ്ടല്ലോ അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഈ ദേവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗണേഷ് എന്ത് ചെയ്യും, ഒരു സേക്രഡ് വാട്ടർ പോണ്ട്, അതിനാണ് കുന്ത് എന്ന് പറയുന്നത്. മണിമഹേഷ് കൈലാഷ് മണിമഹേഷിന്റെ അടുത്ത് തന്നെ അദ്ദേഹത്തിന്റെ വീട് അവിടെ നിർമ്മിക്കും. അതാണ് അർദ്ധഗയ എന്ന് പറയുന്നത്. അർദ്ധഗയ പ്ലേസിനെ അവർ വളരെ ഹോളി ആയിട്ട് കുളിക്കുന്നത് ഇപ്പോഴും ഒരു റിലീജിയസ് മെറിറ്റ് ആയിട്ടാണ് ആൾക്കാർ കണക്കാക്കുന്നത്. സോ ആ ഒരു ആൾക്കാർ ഹോളി പ്ലേസ് ആയിട്ട് അവിടെ വരുന്ന പിൽഗ്രിംസിനൊക്കെ ഈ മിത്തിലൂടെയാണ് എക്സ്പ്ലെയിനിങ് വൈ എ നാച്ചുറൽ വാട്ടർ ബോഡി. ഈ ഒരു സ്റ്റോറി എന്താ പറയുന്നത്, മണിമഹേഷ്. മൂന്നാമത്തെ സ്റ്റോറിയാണ് ബ്രാഹ്മിണി ദേവിയും 84 ലിംഗാസ്. ഈ ബ്രാഹ്മിണി ദേവി ആ ഒരു ഏരിയയിലായിരുന്നു താമസിച്ചിരുന്നത്. ആൻഡ് പാർവതി ശിവനെ കാണാൻ 84 ഫോളോവേഴ്സ് അവരുടെ ലാൻഡിൽ വിത്തൗട്ട് പെർമിഷൻ എൻ്റർ ചെയ്യുമ്പോൾ ഒരു ഭയങ്കര ആംഗ്രി ആവും. ആൻഡ് ശിവ എന്ത് ചെയ്യും, ഈ 84 ആൾക്കാരിനെയും സ്റ്റോൺ ലിംഗാസ് ആയിട്ട് മാറ്റും. അതുകൊണ്ടാണ് അവിടെ 84 ശിവലിംഗങ്ങൾ ഉള്ളതെന്നാണ് ഇപ്പോഴും അവിടുത്തെ ആൾക്കാർ വിശ്വസിക്കുന്നത്. ആൻഡ് ആ സ്ഥലത്തിനെ ചൗരാശി എന്നാണ് വിളിക്കുന്നത്, മീനിങ് 84 എന്ന്. സോ പിലിഗ്രിംസ് ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്താണ്, പിലിഗ്രിംസ് മസ്റ്റ് ബാത്ത് അറ്റ് ബ്രാഹ്മിണി വാട്ടർഫോൾ ആൻഡ് പ്രേ അറ്റ് ബ്രാഹ്മിണി ദേവി ടെമ്പിൾ ഓൺലി ദെൻ ദേ ഗുഡ് ഗോ ടു മണിമഹേഷ്. അങ്ങനെയാണ് അവിടെ പോകുന്ന പിലിഗ്രിമിൻ്റെ ഇപ്പോഴുമുള്ള വിശ്വാസം. ഓക്കെ, ഈ മിത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ്, റിലീജിയസ് റൂള്, ടെമ്പിൾ ട്രഡീഷൻസ്, അങ്ങനെയൊക്കെ പ്ലേസസിന് എങ്ങനെയാണ് പേര് വന്നത് അതൊക്കെയാണ്. ആൻഡ് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പറയാം എങ്ങനെയാണ് മിത്ത്, ഹിസ്റ്ററി, ലെഗൻസ് അതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു ട്രാവലോഗ് എഴുതിയിരിക്കുന്നതെന്നൊക്കെ. സോ നമ്മൾ മണിമഹേഷ് എന്ന് പറയുന്ന ട്രാവലോഗ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു, വരാൻ പറ്റുന്ന 2 ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ടും ഡിസ്കസ് ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ 2 തവണ റിപ്പീറ്റ് ചെയ്ത് കാണുക, ഉറപ്പായിട്ടും മനസ്സിലാകും. ഒരു ആൻസർ തന്നെ എഴുതി നോക്കുക 2 ക്വസ്റ്റ്യനും. ഈസി ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. ഓക്കെ.